ഹായോ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ്. സ്റ്റൈൽ നൈറ്റീസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മോൾ സൈസും മീഡിയം സൈസും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കാണാൻ പോകുന്നത് ലാർജ് സൈസ് ആണ് എല്ലാം. നമുക്ക് വീട്ടിലേക്ക് ഫസ്റ്റ് ആണ് വരുന്നത് ഒരു പിങ്കിഷ് റെഡ് ആണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് റെഡ് അല്ല, ഒരു പിങ്ക് കളറിന് റെഡ് കളർ. ഈ ഒരു ടൈപ്പ് ഒരു കോളർ ആയിട്ടുള്ള നെക്കാണ് വരുന്നത്, കോളർ നെക്കാണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലൊക്കെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഹോം വെയർ ആയിട്ട് മാത്രമല്ല, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയി ഒരു സമ്മർ ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു ചൂട് സമയത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നൈറ്റിയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇതിനകത്ത് പ്രിന്റുകൾ വരുന്ന ഒരു വൈറ്റ് കളറിലാണ് വരുന്നത്. ഓഫ് വൈറ്റ് കളറിലേക്ക് വരും. ഇതുപോലെ ചെറിയ സ്ലീവ് ആണ് വരുന്നത്, ചെറിയൊരു പഫ് കൊടുത്തിട്ടുള്ള സ്ലീവ്. ഇതുപോലെ കോളറിന്റെ ആ ഒരു കോളറിലും ഇതുപോലെ സ്ലീവിലെ എൻഡിലും ഇതുപോലെ ഈ ഒരു പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ, വേറൊരു പാറ്റേണിൽ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. സൈസ് വരുന്നത് 40 ആണ്. ആംബിറ്റു സൈസ് വരുന്നത് ലാർജ് ആണ്. ആംബിറ്റു നമുക്ക് 40 വരെ കിട്ടും, സൈസ് കിട്ടുന്നുണ്ട്, ചെസ്റ്റ് സൈസ്. ലെങ്ത് വരുന്നത് 46 ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ഷേപ്പ് ചെയ്യാനായിട്ട് ടൈ ചെയ്യാനായിട്ട് ഇവിടെ ഡോറീസ് അവൈലബിൾ ആണ്. എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത്. പ്രൈസ് വരുന്നത് 370 ആണ്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരുപാട് ഇരുണ്ട ഗ്രീൻ അല്ല, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. സ്ലീവ് ചെറിയ സ്ലീവ് പഫോട് കൂടിയിട്ടാണ് വരുന്നത്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു നല്ലൊരു വൈൻ ഷെയ്ഡിലേക്കാണ്. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. എല്ലാം ആ ഒരു കോളർ ടൈപ്പ് തന്നെ വരുന്നു. നല്ല ഭംഗിയുള്ള അജറക് പ്രിന്റുകളാണ് വരുന്നത്. സ്ലീവ് ഇതുപോലെ, സ്ലീവിൻ്റെ എൻഡിലേക്കും ആ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീനും യെല്ലോയും കൂടെ കൂടുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ ആ ഒരു കോളറും സ്ലീവിൻ്റെയും കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പ്രിന്റുകളാണ് അതിലേക്ക് വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് ഉണ്ട് കേട്ടോ. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്കാണ്. ഇതിലും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. കോളറിൽ വരുന്ന അതേ സെയിം പാറ്റേൺ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് സ്ലീവിൻ്റിലേക്കും കൊടുക്കുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലേക്കാണ്. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പ്രിന്റുകളായിട്ട് അതിനകത്തേക്കും വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം ആണ്, കളറും പ്രിന്റുകളും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് പ്രിന്റുകൾ വരുന്നത്. ഇതുപോലെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഇത്. ഇങ്ങനെ വരുന്നു. ലാർജ് ആണ് സൈസ് വരുന്നത്. പ്രൈസ് വരുന്നത് 370 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡിലേക്കാണ് പ്രിന്റുകൾ വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു റെഡ് കളറിലേക്കാണ് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള അജറക് പ്രിന്റുകളാണ് വരുന്നത്. ചിക്ക് കളറിന്റെ ഒരു ഗ്രേ കളറിന്റെയും ബ്ലാക്കിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇതിന്റെ നെക്ക് വന്നിട്ട് ബാക്ക് സൈഡ് റൗണ്ട് നെക്കാണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു വി നെക്ക് പാറ്റേണിലേക്കാണ് വരുന്നത്. സ്ലീവ് വരുന്നത് ഇതുപോലെ ചെറിയ സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. പഫ് സ്ലീവ് അല്ല വരുന്നത്, സിമ്പിൾ ആയിട്ടുള്ള സ്ലീവ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഫ്രില്ലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഫ്രില്ലാണ് കേട്ടോ വരുന്നത്. അതായത് ഇതുപോലെ പോക്കറ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. എങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെയും സൈസ് സെയിം തന്നെയാണ്. പ്രൈസ് 370 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് മജ്ര പ്രിന്റുകൾ തന്നെയാണ്. നല്ല രസമുള്ള പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ ആ ഒരു ബേസ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. പോക്കറ്റ് അവൈലബിൾ ആണ്. ഫ്രില്ലുകളോട് കൂടിയിട്ടാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു വൈൻ ഷെയ്ഡിലേക്കാണ്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ ഇതിനകത്തേക്കും വരുന്നത്. ഈ നെക്കായിട്ട് തന്നെ വരുന്നു. പോക്കറ്റ് അവൈലബിൾ ആണ്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. എൻഡിലേക്ക് ഇതുപോലെ ഫ്രില്ലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. അടുത്ത നല്ലൊരു വാടാമുല്ല കളറിലേക്കാണ് കേട്ടോ വരുന്ന പ്രിന്റുകൾ പോകുന്നത്. ഇതുപോലെയാണ്. ഈ സെയിം പ്രിന്റുകൾ നമ്മൾ ഫസ്റ്റ് കോളർ ടൈപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നുണ്ട്. ഇതിന് ചെറിയൊരു പഫ് കൊടുത്തിട്ട് ഇവിടെ പടിയുള്ള ആ ഒരു സ്ലീവാണ് കേട്ടോ ഇതിന് വരുന്നത്. പോക്കറ്റ് അവൈലബിൾ ആണ്. ഫ്രില്ലുകളോട് കൂടിയിട്ടാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള പ്രിന്റുകൾ, ഒരു ബ്ലാക്കിൻ്റെയും ഒരു ചിക്കു കളറിൻ്റെയും വൈൻ ഷെയ്ഡിൻ്റെ എല്ലാം കോമ്പിനേഷനിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു. എല്ലാത്തിലും ഷേപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പോക്കറ്റ് അവൈലബിൾ ആണ്. ഇങ്ങനെ. അടുത്തത് നോക്കാം. അടുത്ത് വരുന്ന നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് പ്രിന്റുകൾ പോകുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. നല്ല സ്കാറ്റേഡ് ചെറിയ പ്രിന്റുകൾ പോകുന്നു. ചെറിയൊരു പഫ് സ്ലീവ് ആണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം വി നെക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിലൊക്കെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. പോക്കറ്റ് അവൈലബിൾ ആണ്. ഇതിലേക്ക് ഫ്രില്ലുകളുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് മാംഗോ യെല്ലോ ഷെയ്ഡാണ്. പ്രിന്റുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്. സ്ലീവ് ഇതുപോലെ ചെറിയൊരു പഫ് വന്നിട്ട് പടി കൊടുക്കുന്ന സ്ലീവ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്.
നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പോക്കറ്റ് അവൈലബിൾ ആണ്, ഫ്രില്ലുകൾ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്തത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ്. എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ട് തന്നെ വരുന്നു. കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും ബേസ് ആയിട്ട് ബ്ലാക്ക് ആണ് വരുന്നത്. അതിനകത്ത് മെറൂണും ഒരു ചിക്ക് കളറും എല്ലാം കൂടെ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള പ്രിന്റുകളാണ് വരുന്നത്. ഇത് ഫ്രില്ലില്ലാത്ത സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. ഫ്രില്ലുകൾ വരുന്നില്ല എന്നത്, ചെറിയ സ്ലീവ് വരുന്നു. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ ഷേപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ഡോറീസ് അവൈലബിൾ ആണ്. പോക്കറ്റ് അവൈലബിൾ ആണ്. ഇതുണ്ടോ, പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹെവി നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ഫ്രില്ലുകൾ ഇതാ ഇങ്ങനെ വരും. എങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ നെക്ക് ജസ്റ്റ് റൗണ്ട് നെക്കാണ് വരുന്നത്. വി നെക്കല്ല, ജസ്റ്റ് റൗണ്ട് നെക്കാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് വരുന്നത് ലാർജ് സൈസാണ് വരുന്നത്. ആംബിറ്റ് നമുക്ക് 40 വരെ കിട്ടുന്നുണ്ട്. ഒരു 46 വരെ നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട്. നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ. എൻ സ്റ്റൈലാണ്, ബ്രാൻഡഡ് ആയിട്ടുള്ള എൻ സ്റ്റൈൽ ഫ്രോക്ക് നൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. നമ്മൾ ഇന്ന് കണ്ട ഫ്രോക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടും ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ നമുക്ക് ഓർഡർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.